നമസ്തേ. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ജോസ സീറ്റ് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജൂബി സാർ സ്വാഗതം. ജോസ സീറ്റ് അലോക്കേഷൻ നടക്കുന്നു. ഈ വർഷം 2025-26 അധ്യയന വർഷം IITകളിലും NITകളിലും ട്രിപ്പിൾ ഒക്കെ പ്രവേശനം നേടേണ്ട വിദ്യാർത്ഥികൾ അവരുടെ ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12-ാം തീയതി വരെ നമുക്ക് കൊടുക്കാം. ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും കൂടെ നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 മോക്ക് അലോട്ട്മെൻറ്റിൽ നമ്മുടെ സാധ്യതകൾ അറിയാം. 9-ാം തീയതിയും 11-ാം തീയതിയും 2 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ധാരാളം കുട്ടികൾ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് ഇന്ന് ജോബി സാറിനോട് ഈ ഒരു ചെറിയ സെഷനിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ, മുൻ വർഷത്തിനെ അപേക്ഷിച്ച് 2024 അപേക്ഷിച്ച് കുറച്ച് സീറ്റുകൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് കോഴ്സുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സാധ്യതയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. ആദ്യമായിട്ട് IITകളിൽ വന്നിരിക്കുന്ന ഒരു സീറ്റ് വർധനവ് എത്രത്തോളം ഉണ്ട് ഈ ജോസ സീറ്റ് ലൊക്കേഷനിൽ? നമ്മൾ IITകളിൽ ഇത്തവണ സീറ്റ് വർധന അല്പം പ്രതീക്ഷിച്ചായിരുന്നു. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ അത് ബേബി IITs അല്ലെങ്കിൽ ന്യൂ IITs നമ്മുടെ പാലക്കാട്, തിരുപ്പതി പോലെയുള്ള IITസിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നിരിക്കുന്നത് അത് ഓൾഡ് IITs, എല്ലാ IITസിലും ഇല്ല. പിന്നെ ടയർ 2-ലാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് IIT ഇപ്പം മദ്രാസിലും ഗുവാഹട്ടിയിലും ഒക്കെ വന്നിട്ടുണ്ട്. റൂർക്കിയിൽ ഡിസൈനിങ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഡൽഹിയിലാണെങ്കിൽ BTech ഡിസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ വന്നിട്ടുണ്ട്. മദ്രാസ് വേറെ 2 പ്രോഗ്രാമുണ്ട്. ഗുവാഹട്ടിയിൽ പ്രോഗ്രാം വന്നിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ടയർ 2-ൽ പുതുതായിട്ട് നമുക്ക് റോപ്പാർ പറയാം, ഗാന്ധിനഗർ പറയാം, അങ്ങനെയുള്ള IITകളിൽ കുറച്ച് എത്രത്തോളം സീറ്റുകളുടെ വർധന വന്നിട്ടുണ്ട്? ഒരു എണ്ണം പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരു 460 അല്ല 506, കൃത്യം പറഞ്ഞാൽ 468 സീറ്റുകൾ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് IITയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു എണ്ണം തന്നെയാണ്. നല്ല എണ്ണമാണ്. അതിൽ മദ്രാസിന് 2 പ്രോഗ്രാം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം ചോയ്സ് ഫില്ലിംഗ് കൊടുക്കാൻ. അഡ്വാൻസ് ക്ലിയർ ചെയ്തവരെ സംബന്ധിച്ച് നമുക്ക് അവർ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പം അവർക്ക് ആ കോഴ്സിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും കൂടെ അഡ്വാൻസിനെ കൂടെ അപ്പം ആദ്യം നമുക്ക് IITയെ കുറിച്ച് തന്നെ ചോദിക്കാം. അതിനകത്ത് വന്നിരിക്കുന്ന പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് IITകൾ മടിച്ചു നിന്ന ഒരു മേഖലയായിരുന്നു. അതിനകത്ത് ആദ്യം മുന്നോട്ട് വന്നത് ഹൈദരാബാദ് IIT ആണ്. അവിടെ 2019 തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ട് 2-3 വർഷമായിട്ടും മറ്റ് IITകളിൽ, കഴിഞ്ഞ വർഷമാണ് നമ്മുടെ മദ്രാസ് IITയിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ വന്നിരിക്കുന്ന പ്രോഗ്രാമുകളിൽ പലതും AI ആൻഡ് ഡാറ്റാ സയൻസ് റിലേറ്റഡ്, അതുപോലെ തന്നെ VLSI, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ട് VLSI ഡിസൈനും, പിന്നെ M&C മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, അത് കോമൺ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ആരംഭിച്ചായിരുന്നു, കോമൺ ആയിട്ട് പല IITകളിലും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ്. നമുക്ക് എടുത്തു പറയാം, നമ്മുടെ മദ്രാസ് IIT നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന IIT ആണ്. അവിടെ 2 പ്രോഗ്രാം. ഒന്ന് കമ്പ്യൂട്ടേഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്സ്. അത് വളരെ നല്ലൊരു പ്രോഗ്രാമായിരിക്കും. കാരണം EV റിലേറ്റഡ് നമുക്ക് ഈ IITകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ടയർ 1 IITസിൽ നമ്മൾ എക്സ്പോഷർ വൈസ് ഒന്ന് ബോംബെക്കും പിന്നെ ഡൽഹിക്കൊക്കെ കൊടുക്കുമെങ്കിലും റിസർച്ച് വൈസ് ഒരു റിസർച്ച് ഓറിയൻറ്റേഷൻ ഏറ്റവും നന്നായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു IIT ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മദ്രാസ് തന്നെയാണ്. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്സ് വളരെ നല്ലൊരു പരിഗണിക്കും. അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷനോടെ വരുന്നുണ്ട്. ഇപ്പം ബയോമെഡിക്കൽ അതിവരും മദ്രാസിലും തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗുവാഹട്ടിയിലും ആരംഭിച്ചിട്ടുണ്ട്, അവിടെ AIയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. കാരണം ബയോമെഡിക്കൽ വരും കാലം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആണെങ്കിൽ പോലും നമ്മളിപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്ന പല ബ്രാഞ്ചുകൾ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചുകളിൽ വരും കാലത്ത് നമുക്ക് സാധ്യത, പ്രത്യേകിച്ച് മദ്രാസ് IIT മറ്റൊരു പ്രോഗ്രാം നിലവിലുണ്ട്, നമ്മുടെ 4-year BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം വരുമ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സാധ്യത ഉള്ളതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ IIT റോപ്പറാണ്. അതൊരു ടയർ 2 IIT ആണ് പഞ്ചാബിൽ. അവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഡിജിറ്റൽ അഗ്രികൾച്ചർ. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രോഗ്രാം തന്നെയാണ്. സാധാരണ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഡിജിറ്റൽ അഗ്രികൾച്ചർ, അവിടെ AIയുടെ പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആ ഒരു മേഖലയിൽ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പിന്നെ IIT ഡൽഹിയിൽ കഴിഞ്ഞ വർഷം ഉള്ളതാണ് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ്. അത് കഴിഞ്ഞ വർഷം തന്നെ അവിടെ നല്ല രീതിയിൽ അഡ്മിഷൻ നടന്നതാണ്. അതിൻ്റെ ഒരു
പാർട്ടാണ് നമ്മുടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമാണ് മദ്രാസ് IIT വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ പാറ്റ്ന IIT നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് BTech MBA പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് റിലേറ്റ് ചെയ്ത് വരുന്നത്, ഇപ്പോൾ എക്കണോമിക്സിനോട് ചേർന്നും കെമിക്കൽ സയൻസിനോട് ചേർന്നും ഒക്കെ ഉണ്ട്. ഒരു NIT സീറ്റിനേക്കാളും നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ തീർച്ചയായിട്ടും. കാരണം നമുക്കവിടെ ഡ്യുവൽ ഡിഗ്രിയാണ് കിട്ടുന്നത്. പല കുട്ടികളും ഇതിന് ശേഷം അപ്പോൾ നമ്മൾ പഠിക്കുന്ന പർട്ടിക്കുലർ ബ്രാഞ്ചുമായിട്ട് ചേർന്ന് വരുന്ന പ്രോഗ്രാമുകളാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതിനോട് നമ്മളെ ഒരു BTech ബ്രാഞ്ചിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മാനേജ്മെൻറ്റ് മേഖലയായിരിക്കും. അത് ഹെൽത്ത് കെയർ ഉൾപ്പെടെ എല്ലാം ഉണ്ട് അതിനകത്ത് വരും. ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, അങ്ങനെ പല പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ പാറ്റ്ന, കാരണം ബോധ്ഗയ IIM ബോധ്ഗയ ആയിരിക്കും മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് IIT ആയിരിക്കും ഈ BTech പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പുതുതായിട്ട് മാണ്ടിയിൽ JEE മെയിൻ സ്കോറിൻ്റെ ബേസിൽ ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JEE മെയിൻ ആണ്. ഇതിപ്പോൾ അഡ്വാൻസ്ഡ് ബേസിൽ ജോസായിൽ തന്നെ നമുക്ക് പോകാവുന്ന. പിന്നെ ഡൽഹി IITയുടെ ഇതിനകത്ത് സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് അബുദാബിയുടെയും സാധ്യതകൾ അതിനകത്തും ഉണ്ടാവും. അപ്പോൾ അതും അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഗാന്ധിനഗറിലുള്ള ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. പല കുട്ടികളും ചോദിച്ചാൽ IC ഡിസൈൻ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ടെക്നോളജി. അപ്പം അത് ഇലക്ട്രോണിക്സ് മേഖലയായിട്ട് IC ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിനും സാധ്യത ഉള്ളതാണ്. അത് കഴിഞ്ഞ വർഷം വന്നതാണ്. പിന്നെ ഇൻഡോറിലെ ഒരു പ്രോഗ്രാം എടുത്തു ചോദിക്കാണ്ട് സ്പേസ് സയൻസ് എഞ്ചിനീയറിംഗ്. മറ്റെങ്ങും ഇല്ലാന്ന് തന്നെ പറയാം, എയറോസ്പേസ് ഒക്കെ ഉള്ളൂ. മറ്റെങ്ങും കാണാത്തൊരു പ്രോഗ്രാമാണ് സ്പേസ് സയൻസ് എഞ്ചിനീയറിംഗ്. ആ ഒരു മേഖല താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ്. പിന്നെ റോപ്പാറിലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് IC ഡിസൈൻ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ. അപ്പോൾ അതും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യങ്ങൾ വരാവുന്ന ഒരു മേഖല തന്നെയാണ്. പ്യുവർ ഇലക്ട്രിക്കൽ പോലെ തന്നെ. അപ്പോൾ ഇതിനിങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അത് എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഈ കാലഘട്ടത്തിനനുസരിച്ചൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചത് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ മാത്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ MNC എന്ന് പറയുന്ന പ്രോഗ്രാം പല IIT-കൾ, ഇപ്പോൾ ബോംബെയിലായി, റൂർക്കിയിലായി, ഗുവാഹട്ടിയിലായി ഒരുപാട് IITs ആ പ്രോഗ്രാം ആരംഭിച്ചു. അത് NITs-ലേക്കും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം. അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് സീറ്റും കൂടിയിട്ടുണ്ട്. ശരി. നമുക്ക് NIT-യുടെ ഒരു സ്ട്രക്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ NIT-യിൽ ഈ സീറ്റ് വർധനവിൻ്റെ ഒരു എണ്ണം എത്രത്തോളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും? NIT നമുക്കിപ്പോൾ ആകെ സീറ്റുകൾ 24,525 സീറ്റായി. ശരി. അപ്പോൾ ഒരു 1840 സീറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. 1840 കൂടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ കാലിക്കറ്റ് NIT-യിലും പുതിയ ബ്രാഞ്ച് വന്നു, എനർജി എഞ്ചിനീയറിംഗ്. അപ്പോൾ അതെവിടെ പ്ലേസ് ചെയ്യണം എന്നൊരു സംശയം ഉണ്ടാവും ഒരു പക്ഷേ. അത് നമുക്ക് മെക്കാനിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആ ഒരു റേഞ്ചിൽ വരാവുന്ന, പ്രത്യേകിച്ച് അതും ഫ്യൂച്ചറിസ്റ്റിക് ആണ് എനർജി എഞ്ചിനീയറിംഗ്. ബോംബെ IIT-യിലൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് IIT-യേക്കാളും നമുക്ക് മുകളിൽ വെക്കാൻ തന്നെയാണ്. IIT-യേക്കാളും നമുക്ക് മുകളിൽ അല്ലെങ്കിൽ IIT CS EC അത് കിട്ടുന്ന റേഞ്ച് വിചാരിക്കും. അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ്. കാലിക്കറ്റിൽ ഈ ഒരു പ്രോഗ്രാമാണ് കാലിക്കറ്റ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ NITs-ൽ നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പുതുതായിട്ടൊന്നും വന്നിട്ടില്ല. നിലവിലുള്ള പ്രോഗ്രാംസ് ഒക്കെ സീറ്റുകളുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ഓണത്തേക്കാളും അവിടെ നല്ല ലാസ്റ്റ് റാങ്ക് നന്നായിട്ട്, ക്ലോസിംഗ് റാങ്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോഴത് ദുർഗാപൂർ പുതിയ MNC മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ് ദുർഗാപൂർ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു NIT-ആണ്. ഇപ്പോൾ പലയിടത്തും ആഡ് ചെയ്ത് AI-യും ഡാറ്റാ സയൻസും അതുപോലെ MNC-യും ഇപ്പോൾ IIT-യുടെ ചുവട് പിടിച്ചുള്ള ഒരു ചേഞ്ചാണെന്ന് നമുക്ക് തോന്നും. ഭോപ്പാലിൽ എനർജി ആൻഡ് EV വന്നിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. അത് പുതുതായിട്ട് വന്നതാണ് എനർജി ആൻഡ് EV പ്രോഗ്രാം. അതുപോലെ മാത്സ് ആൻഡ് ഡാറ്റാ സയൻസ് ഭോപ്പാൽ ഒരു ടയർ 2 NIT-ആണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഒരു 10,000-15,000 റാങ്ക്. JEE മെയിൻ്റെ ഒരു മെയിൻ ഇല്ല, 10,000-15,000 വരത്തില്ല. അത് അല്പം കൂടി 6,000 റേഞ്ച് ഇല്ല. ഭോപ്പാല് നമ്മുടെ ബ്രാഞ്ച് നമുക്ക് 10,000 CS-ലേക്കൊന്നും വരത്തില്ല. അതിന് അല്പം കൂടി റാങ്ക് ഉണ്ടെങ്കിൽ CS ഒക്കെ വരും. ഇത് ഒരു പക്ഷേ നമുക്ക് എനർജി ആൻഡ് EV-ക്ക് സാറ് പറഞ്ഞ പോലെ ഒരു 10,000 സാധ്യത ഉണ്ട്. 10,000 സാധ്യത ഉണ്ട് എനർജി ആൻഡ് EV വരുമ്പോൾ. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടോപ്പ് NIT എന്ന് പറയുന്നത് നമ്മുടെ ട്രിച്ചി, സുറത്കൽ, വാറങ്കൽ, റൂർക്കേല, കാലിക്കറ്റാണ്. അവിടെ നമുക്ക് ഈ കാലിക്കറ്റിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ബ്രാഞ്ച് നമുക്ക് പറയാനുള്ളൂ.
പിന്നെ ടയർ 2-ലും 3-ലും ഒക്കെയാണ്. സൂററ്റിലും പാറ്റ്നയിലും ECEയുടെ VLSIDC അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തേക്കും വരുന്നുണ്ട്. അതൊക്കെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലാനോട് കൂടിയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഫ്യൂച്ചറിൽ തുടങ്ങാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ ഒരു സൂചകം തന്നെയാണ് ഇതെല്ലാം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അലഹബാദിലെ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷൻ മെക്കാനിക്സ് നമ്മുടെ മദ്രാസ് IITയുടെ ആ പ്രോഗ്രാമുകൾ നമ്മുടെ EVയുടെ ഒരു സാധ്യത മുമ്പിൽ കണ്ടിട്ടായിരിക്കും. അങ്ങനെ കുറേ അധികം പ്രോഗ്രാമുകൾ. അപ്പോൾ 1800ഓളം സീറ്റുകളിൽ വേരിയേഷൻ വരുന്നു. പലയിടത്തും ആരംഭിക്കുന്ന പ്രോഗ്രാം നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് അവർ കണക്ക് കൂട്ടുന്ന ടോപ്പ് ബ്രാഞ്ചുകളിലെ ഇൻ്റർഡിസിപ്ലിനറിയാണ്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കിക്കൊണ്ട് അവനവൻ്റെ ചോയ്സ് ഫില്ലിങ് കൊടുക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ ഓപ്ഷൻസിൽ അംബീഷ്യസ് ഓപ്ഷൻസ് ഉണ്ടാവണം. തീർച്ചയായിട്ടും അംബീഷ്യസ് ഓപ്ഷൻസ് മസ്റ്റാണ്. പല കുട്ടികളും ചെയ്യുന്ന ഇതായിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് അത് ആദ്യം കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംബീഷ്യസ് ഓപ്ഷൻസ് ആയിരിക്കണം. അതിനുശേഷമാണ് നമ്മുടെ റാഷണൽ അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റാങ്കിൻ്റെ പാർട്ട് അവിടെയാകും. പിന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ളത് നമുക്ക് ഇനി എന്തെങ്കിലും ആദ്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടി സേഫ് ആയിട്ടുള്ള ഒരു സെറ്റ് മൂന്നാമതായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ചോയ്സുകൾ ചെയ്യണം. കാരണം ഇത്രയും സീറ്റുകളുടെ വേരിയേഷൻ വരുമ്പോൾ, കാരണം നമുക്കറിയാം 12-ാം തീയതി വരെ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിന് അവസരമുള്ളൂ. പിന്നുള്ളത് 6 അലോക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പിന്നെ നമുക്ക് അവിടെ ഒരു ചോയ്സ് ഫില്ലിങ്ങിന് അവസരമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുകയില്ലെന്ന് നിങ്ങൾ നോക്കരുത്. IIT ആണെങ്കിലും NIT ആണെങ്കിലും ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ റാങ്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റാങ്കിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന കോഴ്സുകളെല്ലാം തന്നെ കൊടുക്കാം. പിന്നെ ലോവസ്റ്റ് ബ്രാഞ്ചുകളിലോട്ടും താഴോട്ട് കൊടുക്കുന്നുണ്ട്, തെറ്റുകളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കണം. 1800ഓളം സീറ്റുകളാണ് NITകളിൽ കൂടിയിരിക്കുന്നത്. വലിയൊരു മാർജിൻ തന്നെയാണ് 2025 ജോസ സീറ്റ് ലൊക്കേഷനിൽ. പിന്നെ സാറേ നമുക്ക് IITയിലോട്ട് IITകളും GFTകളും നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനായിട്ടുണ്ട്. അവിടെയും ഈ മാറ്റങ്ങളുണ്ടോ? ഏറ്റവും നമുക്ക് ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൂടിയിരിക്കുന്ന IITസിലാണ്. IITസിൽ ഏകദേശം 10,000-നടുത്ത് 9,940 സീറ്റുകളായി. അവിടെയും അപ്പം അത്രത്തോളം വലിയ വേരിയേഷനാണ്. ഇപ്പോൾ ട്രിച്ചിയിലൊക്കെ 2 ബ്രാഞ്ച് പുതുതായിട്ട് നമുക്ക് IIT എന്ന് പറയുമ്പോൾ ബ്രാഞ്ചുകൾ എപ്പോഴും CS-ഉം സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ്, AI ML, ഡാറ്റ സയൻസ്, പിന്നെയുള്ള അവിടെ EC ഉള്ളിടത്ത് VLSI ഡിസൈൻ പുതിയ പ്രോഗ്രാമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ചുകളെ ഉണ്ടാവുള്ളൂ, പക്ഷേ പുതുതായിട്ട് പലയിടത്തും സീറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ മൈക്രോ ഇലക്ട്രോണിക്സ് പുതുതായിട്ട് കണ്ടൊരു ബ്രാഞ്ചായിട്ട് മൈക്രോ ഇലക്ട്രോണിക്സ് പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്വാളിയറിലൊക്കെയാണ് മാത്സ് ആൻഡ് സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് നല്ലൊരു IIT ആണല്ലോ. അപ്പോൾ അവിടെ പുതുതായിട്ട് വന്നതാണ്. കാഞ്ചീപുരത്ത് നമുക്കറിയാം ഡിസൈനിങ് എഞ്ചിനീയറിംഗ് ഫിസിക്സും നല്ല പ്രോഗ്രാമാണ്. പിന്നെ കുരുക്ഷേത്രയും പാറ്റ്നയിലൊക്കെ പുതിയ ബ്രാഞ്ചുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IITs എടുക്കുമ്പോൾ IITകൾ അവരുടെ ഒരു ടയർ 1 ടയർ 2 നമുക്ക് എടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട്, കാരണം അവിടെ നമുക്ക് ബ്രാഞ്ചുകൾ ഇപ്പം CS റിലേറ്റഡ് ആകുമ്പോൾ അത് AI ആകാം, AML ആകാം, ഡാറ്റ സയൻസ് ആകാം, സൈബർ സെക്യൂരിറ്റി ആകാം. അപ്പോൾ അങ്ങനെ അത് സബ്സെറ്റുകൾ ഏതാണോ അതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഒരുപാട് താഴേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. തമ്മിൽ നല്ല അടുപ്പം, റാങ്കുകൾ തമ്മിലും ലാസ്റ്റ് റാങ്കുകൾ തമ്മിലും വളരെ അടുത്തായിരിക്കും. പിന്നെ ഇലക്ട്രോണിക്സും VLSI ഡിസൈൻ ഒരു ആവശ്യമായ ഒരു മേഖലയാണ് മൈക്രോ ഇലക്ട്രോണിക്സ്. അതല്ല, അപ്പോൾ അതിനൊന്നും നമ്മൾ ഒരുപാട് താത്തെ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇനി ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഇപ്പോൾ GFTകളിലൊക്കെ അങ്ങനെ വന്നിരിക്കുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കോഴ്സുകളോ സീറ്റുകളോ ഒക്കെ എങ്ങനെയാണ്? GFTകളിൽ ഒരു 3620 അത്രയും സീറ്റുകളാണ് കൂടി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു GFT ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്തു. അപ്പം മൊത്തത്തിൽ ഒരു 3600 അടുത്ത് സീറ്റുകൾ GFTകളിൽ കൂടിയിട്ടുണ്ട്. അതിനകത്ത് പുതിയ കോഴ്സസ് നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. JNUവിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. IIT നയ റായ്പൂർ നല്ല പ്രോഗ്രാം, മാൻസി പോലുള്ള പ്രോഗ്രാംസ് ആഡ് ചെയ്തിട്ടുണ്ട്. IIT ഭുവനേശ്വറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അതൊക്കെ നല്ല GFTകളാണ്, അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ള GFTകളാണ്. അപ്പം അങ്ങനെയുള്ള GFTകളൂടെ പരിഗണിക്കാം. പുതുതായിട്ട് വരുമ്പോൾ അതോടെ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രോഗ്രാമോടെ പരിഗണിച്ചുകൊണ്ടുള്ള
ഒരു ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യം. സെറ്റ് ചെയ്ത് വരുന്നത് ഒരുപാട് അതിനകത്ത് വേരിയേഷൻ വരുത്തേണ്ട കാര്യമില്ല. ഈ ട്രിപ്പിൾ ഐറ്റികളും GFTകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും കുട്ടികൾ ഒരു എവിടെയായിരിക്കും ഒരു പൊസിഷൻ ഇവരുടെ? നമുക്ക് അവരൊരു കമ്പാരിസൺ നമുക്ക് എടുത്തു പറയാവുന്ന ട്രിപ്പിൾ ഐറ്റീസ് അവർക്ക് ടയർ 1 2 നമ്മുടെ GFTകളിൽ എല്ലായിടത്തും ഉള്ള പ്രോഗ്രാമുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചില സ്പെസിഫിക് പ്രോഗ്രാമുകളുണ്ട്. അത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ചില GFTകൾ നമുക്ക് എടുത്തു പറയാവുന്നുണ്ട്. ഒന്ന് ബിറ്റ് മെസ്രയാണ്. അപ്പം ബിറ്റ് മെസ്ര ഒരു നല്ല ഒരു ടയർ 2 NIT ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇനി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നയ റായ്പൂറും നമ്മുടെ ട്രിപ്പിൾ IT എന്ന് പറഞ്ഞാലും അത് GFTI ലിസ്റ്റിലാണ് പെടുന്നത്. നയ റായ്പൂറും അതെ, ഭുവനേശ്വറും അതെ, രണ്ടും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതും അതിനകത്ത് നയ റായ്പൂർ നല്ല പാക്കേജുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിന് അല്പം കൂടി താഴെയാണ് ഭുവനേശ്വർ വരുന്നത്. നമ്മുടെ ശ്രീ സിറ്റിയുടെ റേഞ്ചിലൊക്കെ അതിലും അല്പം കൂടി താഴെയായിരിക്കും ഭുവനേശ്വർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, IIEST ശിവപൂർ, അപ്പോൾ ഇങ്ങനെ പിന്നെ JNU ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അതിൻ്റെ താഴെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമുക്ക് 9-ാം തീയതി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് വരുന്നുണ്ട്. 11-ാം തീയതി മറ്റൊരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്കും വരുന്നുണ്ട്. അപ്പം ഇതിനനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ ചോയ്സ് ഫില്ലിങ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതല്ലേ? എന്താണ് മോക്ക് അലോട്ട്മെൻറ്റിൽ നിന്ന് അവർ ഉൾക്കൊള്ളേണ്ടത്? അപ്പോൾ നമുക്ക് മോക്ക് അലോട്ട്മെൻറ്റ് ഒരു പ്രോഗ്രാം നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ താഴെയുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോക്ക് അലോട്ട്മെന്റിലെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അതിന്റെ താഴോട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് വേണം നിങ്ങൾ കരുതാനായിട്ട്. അപ്പം നമ്മൾ നോക്കുക, നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനകത്ത് അതിലും നമുക്ക് താല്പര്യം കുറഞ്ഞത് എന്തെങ്കിലും നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയതിന് മുകളിൽ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനേക്കാളും താല്പര്യം കുറഞ്ഞത് എന്തെങ്കിലും ഇതിന് മുകളിൽ ഇരിപ്പുണ്ടോ? അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഫ്ലോട്ടാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറിയതായിട്ടൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അവനവൻ്റെ കാഴ്ചപ്പാടിന് അപ്പുറത്ത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കാഴ്ചപ്പാടിന് ഇപ്പം നമുക്ക് പല പ്രോഗ്രാമുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം മറ്റു പലരും അത് വളരെ പ്രയോറിറ്റി കൊടുത്തിട്ടിരിക്കുന്നു, നമ്മളത് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റിയുടെ എന്തൊക്കെയാണ്, അതിനും ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവിടെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റു പല രീതിയിൽ നമുക്കറിയാം IITs എന്ന് പറഞ്ഞാലും അവിടെ പല രീതിയിലുള്ള സ്ട്രെസ്സ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, പല രീതിയിലുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണ്. എല്ലാം നമുക്കൊരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഏറ്റവും. മറ്റ് കാര്യങ്ങൾ അവിടെ എക്സ്പോഷർ ഉണ്ടെന്ന് പറഞ്ഞാലും അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കണം നമ്മളവിടെ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാം. എല്ലാ IITയുടെയും സൈറ്റിൽ നമുക്ക്, അല്ലെങ്കിൽ NIT ഏതും ആയിക്കോട്ടെ, നമുക്ക് സൈറ്റിൽ കയറി നമുക്ക് താല്പര്യം ഉള്ളതും നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളതും ഏകദേശമൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ബ്രാഞ്ചുകളെ കുറിച്ച് നമ്മൾ അത്യാവശ്യം ഒന്ന് ഇവിടെ സിലബസ് നോക്കുക. അപ്പോൾ ചില കുട്ടികൾ ഫിസിക്സിൽ ഇപ്പം ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് ഒട്ടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് താല്പര്യമില്ലാത്ത ആളായിരിക്കും. അങ്ങനെയുള്ളവർ മെക്കാനിക്കലും കെമിക്കലൊക്കെ എടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി വലിയ താല്പര്യമില്ലാത്ത ആൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള VLS ആ ഒരു ബ്രാഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അവിടുന്ന് മാറി മെക്കാനിക്കൽ എടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ഇയർ നല്ല താല്പര്യമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അല്പം കൂടി ഉയർന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയും ചെയ്യാം, മെക്കാനിക്കൽ പഠിക്കാം. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയും കൂടെ നോക്കണം. മറ്റൊരാൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു റാങ്കിങ് സിസ്റ്റത്തിൽ എപ്പോഴും സർക്കിൾ ബ്രാഞ്ചസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്ലേസ്മെൻറ്റ് വൈസൊക്കെ സാധാ കൂടുതലുണ്ട്. CSA എന്നൊക്കെ പറഞ്ഞാൽ ഓർഡറിലിംഗ് വരെയാണ്. പക്ഷേ ചില കുട്ടികൾ അത് കൃത്യമായിട്ട് പറയാറുണ്ട്, എനിക്ക് മെക്കാനിക്സ് ഒട്ടും താല്പര്യമില്ല. ചില പറയും എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു, സെക്കൻഡ് ഇയറിലെ പോർഷനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള കാര്യങ്ങൾ വരുന്ന ബ്രാഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു നോട്ടത്തിൽ ബ്രാഞ്ച് താഴുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉയർച്ച ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കരുതണം. അപ്പം മോക്ക് അലോട്ട്മെൻറ്റ് നിങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇത് ഉടനെ നമ്മൾ കയറി നമ്മുടെ ഓപ്ഷനകത്തോട്ട് ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സിലബസും കൂടെ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാഷനും കൂടെ ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം. പക്ഷേ നമ്മളുടെ പ്രയോറിറ്റി ഓർഡർ ഏകദേശം നാഷണൽ ലെവൽ ചിന്തിക്കുന്നതനുസരിച്ചാണോ എന്നുള്ളതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് 12-ാം തീയതി വരെ എപ്പോൾ വേണമെങ്കിലും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. 13-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ
പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ താഴോട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ കിട്ടിയ ഇതിനകത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നു, ഫീസ് പേയ്മെൻറ്റ് അടയ്ക്കുന്നു, അവിടെ നിങ്ങൾക്ക് ആ സീറ്റ് ഉറപ്പായി. പിന്നെ അലോട്ട്മെൻറ്റിൽ ഫ്ലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മുകളിലേക്ക് പോവുകയുള്ളൂ. എവിടെയാണോ നിങ്ങൾക്ക് 100% കൺഫേം ആകുന്നത് അവിടെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യുകയും, അല്ലെങ്കിൽ സ്ഥാപനമാണ് നിങ്ങൾക്ക് ഉറപ്പാകുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡ് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരും കുട്ടികളുമായിട്ട് കൂടാം. ഈ 2025 ഒരു ട്രെൻഡ് എന്താണ്, 24 നിന്ന് വ്യത്യാസമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു സെഷൻ ആണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇപ്പം ജോബി സാർ നമുക്ക് പറഞ്ഞു തന്നത്. ഈ 2025 ജോസ സീറ്റ് ലൊക്കേഷനിൽ IIT-യിൽ ഏതാണ്ട് 466ഓളം, അതുപോലെ NIT-യിൽ ഏതാണ്ട് 1800ഓളം അല്ലേ, 800ഓളം, IIITകൾ അതിനേക്കാളും കൂടുതൽ, GFTകളിൽ 3000ഓളം സീറ്റുകളിലൊക്കെ ഒരു വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് ഏതൊക്കെ കോളേജുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ്, അതിനകത്ത് നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. 12-ാം തീയതി വരെ സമയമുണ്ട്. എങ്കിലും അതിൽ മോക്ക് അലോട്ട്മെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സാധ്യതയും കൂടി അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് വരും. ഇനി നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റേഞ്ചിൽ നിങ്ങളുടെ റാങ്കിൽ വന്നിരുന്നോ എന്നൊക്കെയുള്ളതൊന്ന് നോക്കി പഠിക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും ജോബി സാർ. വീണ്ടും കാണാം. ഓക്കെ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.